പടം എങ്ങനെയുണ്ടായി? പടം ആറാടിയില്ലേ? അതുകൊണ്ട് ഒരു ആവറേജ് ആണ്. പടം മേക്കിങ്ങും മറ്റേ BGM അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ എന്തോ പ്രശ്നങ്ങളും ഉണ്ട്. മൊത്തത്തിൽ ത്രില്ലറൊക്കെയാണ്. അവർ നന്നായിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അവരൊരു കോമഡി ആക്കണോ അതോ ബേസിൽ വന്ന കാരണം അതൊരു കോമഡി വേണോ സീരിയസ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ പടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഡയലോഗ്സിലൊക്കെ ചില മിസ്മാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയ എനിക്ക് തോന്നുന്നു ഡയറക്ടർ പുതിയ ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം, ബോറൊന്നുമല്ല. ആക്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ടിങ് ഒക്കെ നല്ലതാണ്. അവർക്കൊരു ചെറിയ അതായത് ഡയറക്ഷൻ സൈഡിൽ ഒരു ചെറിയ കൺഫ്യൂഷനുള്ള ഒഴികെ ബാക്കി മൊത്തത്തിൽ അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിരിക്കാം, ബോറല്ല. രസമുണ്ട് പടം. ഒരു തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു വൈബുണ്ട്. ബേസിൽ വേറൊരു ഹിറ്റ് ആയിരിക്കും. അപ്പം അൻവർ റഷീദ് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ മാത്രമല്ല ഇതിൽ ആ ഒരു മേക്ക് സ്റ്റൈലിൽ അൻവർ റഷീദിന്റെ കൈ വന്നിട്ടുണ്ട്. ഒരു ഷാപ്പും കൂടെ എന്ന് പറഞ്ഞ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഒരു ഷാപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു വൈബുണ്ടല്ലോ, ആ വൈബിൻ്റെ ആയിട്ടുള്ള ഒരു വൈബ്രന്റ് നല്ല രീതിയിൽ പ്രേക്ഷകം എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സൗബിനാണെങ്കിലും ചെമ്പൻ വിനോദാണെങ്കിലും ബേസിലാണെങ്കിലും അവരുടെ റോളിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരു രസമായ രീതിയിലുള്ള മേക്ക് ഫിലിമാണ്. അതൊരു ത്രില്ലറുണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്, കണ്ടിരിക്കാം. ഡയറക്ഷനൊക്കെ എങ്ങനെയാണ് പുതിയ ആളുകൾ? ഡയറക്ടറുടെ ഹിസ്റ്ററി പറയുന്നത് തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തേക്കുന്ന ആൾ തന്നെയാണ്. അതൊരു ഭയങ്കര വൈറൽ ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പൊ അത് ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ഡയറക്ടറുടെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ള പുള്ളി ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്, രസമുണ്ട് പടം, കണ്ടിരിക്കും. ഇത് കുറെ ആൾക്കാരെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവരൊക്കെ എല്ലാവരും അവരവർക്ക് കൊടുത്ത ഷാപ്പിൽ ഒരു ആംബിയൻസ് ഉണ്ട്. അതിലൊരു 10-12 പേരുണ്ട്. അവരെല്ലാവരും അവരുടെ റോള് പൊളിച്ചടുക്കിയിട്ടുണ്ട്. രസമുണ്ട്. കുറേ സീനുകൾ നല്ല രസമായിട്ട് തന്നെ പടത്തിൽ മേക്ക് ചെയ്തേക്കണത്. സോ എനിക്ക് തോന്നുന്നു തിയേറ്റർ വാച്ചുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കും തോന്നുന്നു. കൊള്ളാം. അടിപൊളിയാണ്. കോമഡി ട്രാക്കിലൂടെ പോയി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, എന്നാൽ കോമഡി ഓവർ ആവാതെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നല്ല രസമായിട്ട് ബേസിൽ ആസ് ഓഫ് സെയിം രീതി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, പൊളിച്ചുണ്ടായിരുന്നു. ചെമ്പ വിനോദ്, നമ്മുടെ സൗബിൻ, എല്ലാവരും ആയിട്ടുള്ളുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം പറഞ്ഞാൽ പറയത്തില്ല, അത്ര അടിപൊളി മേക്കിംഗ് വൈസും സ്റ്റൈല്. ഒരു ഷാപ്പിംഗ് ഉള്ള ഒരു കൊലപാതകം, അതിന് ചുരുളയത്തെ രസങ്ങളും അല്ല, എന്നാൽ കുറച്ച് കോമഡി ട്രാക്കും ഉണ്ട്. ബേസിൽ ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഡയറക്ഷൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മേക്കിങ്ങും പൊളിയാണ്. BGM നൈസാണ്. എന്താണ് തീരില്ലെന്നാണ് ആദ്യം പോവുക. അൻവർ റഷീദ് എന്താ പറയുന്നത്, എടുക്കണം എന്തായാലും ഡയറക്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞ പ്രൊഡ്യൂസർ ആണെങ്കിലും അതിൽ സംഭവം ഉണ്ടാവും. സ്ക്രിപ്റ്റ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എന്തായാലും പൊളിച്ചിട്ടുണ്ട്. പുതിയ സംവിധായകന്റെ ഒരു കടന്നുവരവല്ലേ? പുതിയ സംവിധായകനാണെന്ന് പറയത്തില്ല, അത്ര ഒരു എഫേർട്ട്ലെസ്ലി നമുക്ക് കാണാം. പുള്ളി നല്ല ക്രാഫ്റ്റ്മാൻ ആണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്തായാലും മലയാള ഇൻഡസ്ട്രിയിൽ പുള്ളിക്കും. അൻവർ റഷീദ് എന്തായാലും നല്ലവണ്ണം തന്നെ സെലക്ട് ചെയ്തേക്കണേ, പൊളിച്ചിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടായി? പടം ആറാടിയില്ലേ? ആറാടി. നമ്മുടെ സൗബിൻ പൊളിച്ചടക്കിയില്ലേ, ഗംഭീരം. കാരണം സൗബിന് എല്ലാ സിനിമകളും ഇഷ്ടമാണ്. നമ്മുടെ മഞ്ഞുമൽ പോയതിനു ശേഷം നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ, ഡാർക്ക് മോഡിലെ വെറൈറ്റി സിനിമ. ഡാർക്ക് മോഡിൽ കാരണം നമുക്ക് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ട് പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന പേടിച്ചു. ഇടക്കിടക്ക് ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. കാരണം ചില സ്ഥലത്തൊക്കെ ഡയലോഗ്സ് കുറവാണ്, അതൊരു പോരായ്മ. ഡയലോഗ്സ് കുറവാണ്. മറ്റേ ഓരോ സ്റ്റണ്ട് സീനുകൾ ഡയലോഗ് കുറവാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ബേസിലിന്റെ വേറെ ലെവലാണ് പോലീസിന്റെ വേഷം എന്ന് പറഞ്ഞാൽ ബേസിൽ ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്ന് വ്യത്യസ്ത സിനിമയാണ്. കാരണം ബൈക്ക് റൈഡിംഗ് ഒക്കെ ഗംഭീരമാണ്. കാരണം ഒരു സ്റ്റെയർ കേസിൽ കൂടി ബൈക്ക് ഓടിക്കുന്ന പണ്ട് ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചു പോയിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരുമിച്ച് ഒരു സിനിമ വരുന്നത്, അതൊരു കമ്പാക്ക് ആയിരിക്കും. ബേസിലിന്റെ സൗബിക്കയുടെ ഒരു നല്ല ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സിനിമയാണ്. കാരണം ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള സിനിമയാണ്. ബ്ലോക്ക്ബസ്റ്റർ ആവും. കാരണം ഒരു ഡാർക്ക് മൂഡിലെ പടങ്ങൾ എല്ലാവർക്കും വർക്കാവില്ല. കാരണം ഒരുപാട് ഫാമിലീസ് പടം കാണുന്നുണ്ട്. അവരെല്ലാം നല്ല എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പടങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പെർഫോമൻസ് പോകുന്നുണ്ട്. ഇന്റർവെല്ലൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോ കട്ട്സീനൊക്കെ പോകുന്നതുണ്ടല്ലോ. ബേസിലൊക്കെ വളർന്നു വലുതായി എന്ന് വെച്ചാൽ മറ്റൊരു എത്രയും പെർഫോമൻസാണ് ബേസിലേക്ക് വന്നിരിക്കുന്നത്. ഇന്റർവെല്ലൊക്കെ വരെ വേറൊരു ടൈപ്പ് ഭയങ്കര സ്പീഡപ്പാണ് പടം പോകുന്നത്. ഇന്റർവെൽ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കാത്തൊരു തലങ്ങളിലേക്ക് ഇവിടെ പോവുകയാണ്. ഏതായാലും ഫസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ്. ഏതായാലും പോലെ തന്നെ അതെ ഞാൻ അൻവർ റഷീദ് അന്ന് ആദ്യം വിചാരിച്ചത്. അൻവർ റഷീദിന്റെ അല്ല, ഇത് ശ്രീനിവാസൻ തന്നെ പടമാണ്, ഡയറക്ടർ തന്നെ പടമാണ്. പടം കലക്കൻ, അടിപൊളി. എന്താണ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം? മേക്കിംഗ് ആണ്, അതിന്റെ മേക്കിംഗ്, കളറിങ്ങും എഡിറ്റിങ്ങിലാണ് അതിന്റെ ഭംഗി വന്നിരിക്കുന്നത് കേട്ടോ. ഇടിലും പടം ചില ഇന്റർവെൽ വരെ
നമ്മുടെ കണ്ണ് മിഴിഞ്ഞിരുന്ന് പോകും. ഇന്റർവെൽ കഴിഞ്ഞ് വേറെ രീതിയിലേക്കാണ് പോകുന്നത്. പടം ആയാലും മസ്റ്റ് വാച്ച് തിയേറ്റർ ആണോ, തിയേറ്ററിൽ തന്നെ കാണുന്ന പടം, അടിപൊളി പടം. ക്രൈം ത്രില്ലർ ആണ് വേണേ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പർ ആയിരുന്നു, അഭിനയം സൂപ്പർ ആയിരുന്നു. പിന്നെ ബേസിലിന്റെ ആയാലും സൗബിന്റെ ആയാലും എല്ലാവരും അഭിനയം സൂപ്പർ ആയിരുന്നു. ചെയ്യണമായിരിക്കും, ബേസിലുണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന്റെ കാസ്റ്റിംഗ്, അതിന്റെ ഡയറക്ഷൻ, ഇതിൽ ഏറ്റവും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. മറ്റേ ആ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ, എലമെന്റ് ഉണ്ടായിരുന്നു നല്ലപോലെ. പിന്നെ പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു, കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ നടിക്ക് വലിയതായിട്ട് റോൾ ഉള്ളതായിട്ട് തോന്നിയില്ല, എന്നാലും കൊള്ളായിരുന്നു എല്ലാവരും. പിന്നെ മറ്റേ മറിമായത്തിന് മറ്റേ പുള്ളിയില്ലേ, പോയെന്ന് പറയുന്നത്, പുള്ളിയുടെ കുറച്ച് സെറ്റിലായിട്ടുള്ള അഭിനയം ഉണ്ടായിരുന്നു, എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു.